നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളകിന് ഇനി നല്ല കാലം, റബ്ബർ വിലയിൽ ഉയർച്ച. കാലവർഷം അനുകൂലമായതോടെ അടുത്ത സീസണിൽ കുരുമുളക് ഉൽപ്പാദനം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ തെളിയുന്നു. ഹൈറേഞ്ചിലും സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും മൺസൂൺ ആദ്യ രണ്ടാഴ്ചകൾ പിന്നിടുമ്പോൾ കുരുമുളക് വള്ളികൾ വരൾച്ചയിൽ നിന്നും മുക്തി നേടുന്നതായാണ് ഉൽപ്പാദന മേഖലയിൽ നിന്നുള്ള സൂചന. പകൽ താപനില ഉയരാതെ ഇതേ നില തുടർന്നാൽ പുതിയ സീസണിൽ വിളവ് ഉയരാം. അതേസമയം എൽ നിനോ കാലാവസ്ഥ പ്രതിഭാസം ഉയർന്ന താപനിലയ്ക്ക് കാരണമായാൽ സ്ഥിതിഗതികളിൽ മാറ്റത്തിന് ഇടയുണ്ട്. കാർഷിക മേഖലകളിൽ കരുതൽ ശേഖരം കുറവായതിനാൽ ടെർമിനൽ മാർക്കറ്റിൽ ചരക്ക് വരവ് ചുരുങ്ങിയത് അന്തർ സംസ്ഥാന വാങ്ങലുകാരിൽ പിരിമുറുക്കം ഉളവാക്കുന്നുണ്ട്. ഇതിനിടയിൽ കൊച്ചിയിൽ അൺകാർബിൾഡ് കുരുമുളക് കിലോ 2 രൂപ കുറഞ്ഞ് 694 രൂപയായി. ആഗോള റബ്ബർ അവധി വ്യാപാര രംഗത്ത് കഴിഞ്ഞ വാരം നിക്ഷേപകർ ലാഭമെടുപ്പിന് ഉത്സാഹിച്ചെങ്കിലും ഇന്ന് തുടക്കത്തിൽ അവർ വിപണിയോട് കൂടുതൽ താൽപ്പര്യം കാണിച്ചു. ജപ്പാനിൽ റബ്ബർ വില കിലോ 428 യെന്നിൽ നിന്നും 15 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കായ 437 യെന്നിലേക്ക് പ്രവേശിച്ചു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 273 രൂപയിൽ നിന്നും 277 രൂപയിലേക്ക് കയറി. അതേസമയം മികച്ച കാലാവസ്ഥയിൽ ടാപ്പിംഗ് പുരോഗമിക്കുന്നതിനാൽ മാസാവസാനത്തോടെ ചരക്ക് വരവ് ഉയരുമെന്ന സൂചനയാണ് വിപണി വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്നത്.